കേരളം നൽകിയ പരാതിയിൽ കേന്ദ്രത്തിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇനിയും ഇങ്ങനെ തുടർന്നാൽ സംസ്ഥാനത്തെ ജനങ്ങൾ സംസ്ഥാനത്തെ സാമ്പത്തിക ഞെരുക്കം കാരണം പട്ടിണിയിലാവുമെന്നും തങ്ങൾക്ക് കല്ലേറ് കിട്ടുമെന്ന് ഭയക്കുകയും ചെയ്ത പിണറായി സർക്കാരിൻ്റെ ഒരു മൂവായിരുന്നു സുപ്രീം കോടതി. അതും ഒരു അവസാന അത്താണിയായിട്ടാണ് കേരളം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ ഒപ്പിടാതെ തടഞ്ഞു വെച്ചതിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതിൽ അനുകൂല വിധി ഉണ്ടായതിന് പിന്നാലെയാണ് കേന്ദ്രത്തിനെതിരായ നിയമ പോരാട്ടം. മുതിർന്ന അഭിഭാഷകൻ ഫാലിയസ് നരിമാന്റെ ഉപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹർജി. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രവും കേരളവും കൊമ്പുകുർക്കലുകൾക്ക് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് കേരളം ചേക്കരുത്. അതും സംസ്ഥാനത്തെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിൽ ഗവർണർ ചീഫ് സെക്രട്ടറിയിൽ നിന്നും നിലപാട് തേടിയത് സംബന്ധിച്ച് വിവാദങ്ങൾ കനക്കുന്നതിനിടയിലാണ് കേന്ദ്രത്തെ വിമർശിച്ചുള്ള സംസ്ഥാനത്തിന്റെ നീക്കം. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കമുണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് ഇടപെടാമെന്ന 131 വകുപ്പ് അടിസ്ഥാനമാക്കിയാണ് കേരളത്തിന്റെ ഹർജി. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ധനകാര്യ ഫെഡറലിസം കേന്ദ്രം പടിപടിയായി തകർക്കുന്നു എന്നതാണ് കേരളം കോടതിയിൽ പറയുന്നത്. ഇതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ പരിധിയിൽ കവിഞ്ഞ കടമെടുപ്പിനെ ചൂണ്ടിക്കാണിച്ച് തങ്ങളുടെ കഴുത്തിന് പിടിക്കുന്നു എന്നുകൂടി കേരളം ഇതേ ഹർജിയിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മുൻനിർത്തി ആർട്ടിക്കിൾ 361 പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങിയതിന് പിന്നാലെ സുപ്രീം കോടതിയിലേക്കുള്ള കേരളത്തിന്റെ പോക്കും തുടർന്ന് കേന്ദ്രത്തിന് സുപ്രീം കോടതി നോട്ടീസ് അയക്കുന്നതും. ഇവിടെ പെൻഷനും ശമ്പളവും നൽകാൻ സർക്കാർ ബുദ്ധിമുട്ടുന്നു എന്ന് കേരളം സുപ്രീം കോടതിയിൽ പറയുന്നുണ്ട്. അടിയന്തരമായി വിഷയം പരിഗണിക്കണമെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായി കപിൽ സിബൽ സുപ്രീം കോടതിയിൽ വാദിച്ചിട്ടുമുണ്ട്. എന്തായാലും കേന്ദ്രത്തിന് കേസ് ഈ മാസം 25-ന് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചിരിക്കുകയാണ്.